സുന്ദരീസ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ അത്തം 10 പൊന്നോണ് സീസൺ 6 എത്രാമത്തെ വീഡിയോ ആണ്? 10ാമത്തെ. ഒരുപാട് സന്തോഷമാണ് കേട്ടോ. നമ്മുടെ ഈ സീസണിൽ ഈ സീരീസിൽ ലാസ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ബോണസ് വീഡിയോ ഉദ്ദേശിക്കുന്നുണ്ട്, അതെന്തായാലും വരുന്നതാണ്. നമ്മൾ സാധാരണഗതിയിൽ സദ്യ വീഡിയോ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. ഇത്തവണ അതുണ്ടായില്ല. ഫാഷനും DIYയും സൂയിങ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചില വ്ളോഗ് അങ്ങനത്തെ ഒരു ബോണസ് വീഡിയോ എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എനിക്ക് എന്തായാലും ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്നുള്ള രീതിക്ക് വേണമെന്നുണ്ടായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോ അതായിരുന്നു കുട്ടിക്ക് സാരി തുന്നണത്, എനിക്കും സാരി ആയിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ മെയിൻ ഫാബ്രിക്കിനായിട്ട് 500 rupees ആയിട്ടുണ്ട്, 200 rupees ലൈനിങ് ആയിട്ടുണ്ട്. അപ്പോൾ 600 700. പിന്നെ നമ്മളൊരു ലേസ് വെച്ചിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൂട്ടേണ്ട, അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സ്കേർട്ട് എന്ന് പറയുന്നത് ഒരു 700 rupeesനാണ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ലഡ്കൻസ് ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ, അതും ഓപ്ഷനിലാണ്. പിന്നെ ബ്ലൗസിൻ്റെ ഫാബ്രിക് 1 മീറ്ററിന് 160 രൂപയാണ്. പിന്നെ ലൈനിങ് ഒരു 40 രൂപ. അപ്പോൾ 200 രൂപയ്ക്ക് നമുക്ക് എഗെയിൻ ബ്ലൗസും ചെയ്തെടുക്കാവുന്നതാണ്. ടോട്ടൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എങ്ങനെ പോയാലും 1500 രൂപയ്ക്കുള്ളിൽ ചെയ്തെടുക്കാവുന്ന ഒരു ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിലാവാം. ഇതിപ്പോൾ ഞാൻ ലേസ് വെച്ചിട്ടുണ്ട്, ലേസിനൊരു 500 rupees ഒക്കെ ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. പിന്നെ ഇപ്പോൾ എന്താ ഒന്നുമില്ലല്ലോ ആഡ് ഓൺ ആയിട്ട്, ഇല്ല. സിമ്പിളായിട്ടുള്ള ബ്ലൗസാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പഫ് സ്ലീവ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മെറ്റീരിയൽ എടുക്കാവുന്നതാണ്. എവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടിഷ്യൂ മെറ്റീരിയൽ എങ്ങനെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. ഇപ്പോൾ സർക്കുലർ സ്കേർട്ട് തുന്നാവുന്നതാണ്. ഇതേപോലെ ഒന്ന് തേച്ചിട്ടൊക്കെ ഇടാട്ടോ, ഞാൻ തേച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി. ഇനി വേണം നമുക്കിത് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ കുഞ്ചരം പോലെ എക്സ്ട്രാ മേടിച്ചിട്ട് മുടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതാണ്. ഇത്തവണത്തെ ഓണം ഈ സെലിബ്രേഷൻസിനൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കൂ. ജസ്റ്റ് സിമ്പിളായിട്ട് മേടഞ്ഞിടുക. അറ്റത്ത് ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ കാണാനായിട്ട്. ഞാൻ ഈ ബ്ലൗസിന് ബാക്കിയുള്ള തുണി തന്നെ വെച്ചിട്ട് മേടഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പം തന്നെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് തുന്നണേന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് 5 മീറ്റർ ഫാബ്രിക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ 4ആയിട്ട് മടക്കുകയാണ് ചെയ്യണത്. ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് വേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 സർക്കിൾ വേണം. ഒന്ന് ലെങ്ത് ആയിട്ട് വെച്ചിട്ടുള്ളൊരു സർക്കിളും അതേപോലെ തന്നെ കണ്ടോ കുട്ടി സർക്കിൾ, വേസ്റ്റ് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കണം എന്നുള്ളത്. അത് ഞാൻ 27 എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 28 കിട്ടും. ഏത് നമ്പർ ആണെങ്കിലും അതിനെ 6.28 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 4.45 കിട്ടും. അതിനെ റൗണ്ട് ചെയ്ത് 5 എടുക്കാം. ഓക്കെ, ഏത് മെഷർമെൻ്റ് ആണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം 5 വെച്ചിട്ട് ഒരു കുഞ്ഞി സർക്കിൾ കൊടുത്തു. എന്നിട്ട് ഫുൾ ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ അത് 42 അത് അവിടുത്തെ പോയിൻ്റ് എന്ന് വെച്ചിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത്. പതുക്കെ ഞാൻ എഴുതി കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ് നോക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ചവടയെന്ന് പറഞ്ഞു പോകാമല്ലോ, അല്ലെങ്കിൽ ബോറടിക്കില്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ 2 സർക്കിളും വെട്ടിക്കഴിഞ്ഞാൽ ഇതേ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ലൈനിങ്ങും ഇതേപോലെ നമുക്ക് വെട്ടാവുന്നതാണ്. പക്ഷേ ഇവിടെ ലൈനിങ്ങിന് നമ്മൾ 3 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഒരു സർക്കിൾ വെട്ടാനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ സൈഡിൽ നിന്ന് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഫാബ്രിക് ഇല്ലേ അതിൽ നിന്ന് നമുക്ക് ക്രോസ് ആയിട്ട് ഒരു പട്ടി വെട്ടിയെടുക്കണം. നമ്മൾ നാട്ടിൽ പട്ടാന്ന് പറയുമായിരിക്കും അല്ലേ. എന്തായാലും അത് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഈ വേസ്റ്റിൻ്റെ ബാൻഡായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ലൈനിങ് വെച്ചിട്ട് അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാണ്ടിരിക്കാനായിട്ട് പിന്നൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ 4 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ കാര്യം നമുക്ക് ഒരുമിപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റിൽ മാത്രമേ ഇത്തിരിയെങ്കിലും കൺഫ്യൂസിങ് ഉണ്ടാവുള്ളൂ. അതൊന്ന് എങ്ങനെയാണെന്നുള്ളത് പിടികിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വളരെ എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. എന്നിട്ട് നമ്മളൊരു പീസ് ഓഫ് ക്ലോത്ത് ഇതേപോലെ സൈഡിലടിച്ചിട്ട് ഇങ്ങനെ പപ്പടം കുത്തി വെച്ച് തിരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡോറി പോലെ സൈഡിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്കേർട്ടിൻ്റെ 2 സൈഡും നമ്മൾ കൂട്ടി അടിച്ചിട്ടുണ്ട്, ലൈനിങ്ങും അതേപോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ. എന്നിട്ട് നല്ല ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ ലൈനിങ് ഫാബ്രിക് ഇട്ടിട്ട് ഇതേപോലെയുണ്ട്. സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സൈഡിലൊരു പീസ് അടിക്കാണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ഫാബ്രിക്കും അതേപോലെ നല്ല ഫാബ്രിക്കും കൂടി ചേർത്ത് സ്ലിറ്റ് അടിച്ചിട്ട് ഇതേപോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ആ പട്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടില്ലേ
അത് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എന്താ വേണ്ടത്, നല്ല വശം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി മടക്കുക. മടക്കുന്നതിനേക്കാളും മുന്നേ ചുളിവുകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ എക്സ്ട്രാ നിൽക്കുന്ന ഫാബ്രിക് ഇല്ലേ അതൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഉള്ളിലേക്ക് മടക്കി അടിക്കുമ്പോൾ വളഞ്ഞും തിരിഞ്ഞും നിൽക്കാണ്ടിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ പട്ടിയുടെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാവുന്നതാണ്. ഞാനിവിടെ എനിക്ക് തോന്നുന്നു 7 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വീതിക്ക് വരും. നമുക്ക് കുറവ് വീതി മതിയെങ്കിൽ നമുക്കൊരു 5 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അതേ കണ്ടു ഇങ്ങനെയാവും ഉണ്ടാവുക. ഇനി നമുക്ക് അറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോൾ മെഷീനിൽ തന്നെ ഇൻ്റർലോക്കിൻ്റെ ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഒരു ലേസ് വയ്ക്കാം. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ലേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചു. ഈ ബ്ലൗസ് നോക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ ഫാബ്രിക് ഞാൻ വിചാരിച്ചു ഇതെടുക്കാം. 165 1 മീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അതിനോട് ഏകദേശമൊക്കെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന പോലെ ഒരു ലഡ്കൻ നമ്മൾ സ്കേർട്ടിൻ്റെ അറ്റത്ത് ഇതേപോലെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ അറ്റത്ത് ഞാൻ ബക്കിളും വെച്ചു കേട്ടോ. അത് കുറച്ചുകൂടി നന്നായിരിക്കും തോന്നി. അപ്പോൾ എന്നിട്ട് നമ്മൾ ബക്കിളിട്ടിട്ട് പിന്നെ കെട്ടും കൂടി ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ബ്ലൗസ് നമ്മൾ മുറിച്ചെടുക്കുകയാണ്. സാധാരണ നമ്മൾ ബ്ലൗസ് വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോവാത്തത്. ജസ്റ്റ് ബ്ലൗസ് വെക്കുക, അതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് വരച്ച് ഇതേപോലെ നെക്കും അതേപോലെ തന്നെ സ്ലീവ്സൊക്കെ വെട്ടിയെടുക്കാവുന്നതാണ്. നമ്മൾ വീനക്കാണ് കേട്ടോ ഫ്രണ്ടിലും ബാക്കിലും ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു 6 ഇഞ്ച് 6 ഇഞ്ച് എടുത്തിരിക്കുന്നത് വെച്ചാൽ ബാക്കിൽ നമ്മളൊരു 8 ഇഞ്ച് 9 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇനി നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് ഭയങ്കര ഭീകരമായിട്ടുള്ള സ്റ്റിച്ചിങ് ഒന്നുമില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എന്നിട്ട് നമ്മൾ സ്ലീവ്സാണ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ട്രൈ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ 5 ഇഞ്ച് വീതിയിൽ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴത്തെ ഭാഗത്ത് സ്ലീവ്സിൻ്റെ അവിടെയായിട്ട് വെച്ചിട്ട് കൈക്കുഴിയുടെ ഭാഗം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. താഴത്തെ ഭാഗം കേട്ടോ. ബാക്കി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഫുള്ള് നമുക്ക് ഫ്രില്ലടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ സ്ലീവ്സിൻ്റെ ഭാഗം എവിടെ നിന്നാണ് തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും നടുവിലായിട്ട് മാർക്കിംഗ് കൊടുക്കുക. ഇത്രയും ഭാഗമാണ് നമുക്ക് പ്ലീറ്റ് തുന്നാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നടുവിൽ നമ്മൾ ഓൾറെഡി കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് മറ്റേ കട്ട് വരെ പ്ലീറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കാട്ടും മുന്നേ നമുക്ക് ബ്ലൗസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മറിച്ചടിക്കുകയാണ് ചെയ്യണമെന്നുള്ള ലൈനിങ് വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പിന്നൊക്കെ കുത്തി ഇതേപോലെ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങി കുത്തിയെടുത്ത് മറ്റേ അറ്റം വരെ എത്തി പിൻസ് എല്ലാം മാറ്റി നമുക്ക് ഇതേപോലെ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. കട്ട് ചെയ്തിട്ട് നമ്മൾ മറിച്ചടിക്കണേക്കാട്ടിന് മുന്നേ നമ്മൾ നേരത്തെ സ്കേർട്ടിന് ചെയ്ത പോലെ തന്നെ സൈഡിൽ ഇങ്ങനെ ടിക് 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 കുറച്ച് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് മറിച്ചടിക്കാവുന്നതാണ്. ഇത് സിമ്പിളായിട്ട് നമുക്കൊരു രണ്ടും കൂടിയിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ ഒരു 1500 രൂപയ്ക്കുള്ളിൽ ചെയ്തെടുക്കാം. 1500 രൂപയ്ക്കുള്ളിൽ ഈസിലി ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതല്ലേ 1500 രൂപയ്ക്ക് നമുക്കൊരു ഓണക്കൊടിയായി കഴിഞ്ഞാൽ. അപ്പോൾ ഇതേ ഫ്രണ്ട് വശം ആയിട്ടുണ്ട്, അതേപോലെ തന്നെ ബാക്ക് വശം ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 ഷോൾഡേഴ്സും കൂടി കൂട്ടിയടിക്കുകയാണ് കേട്ടോ, ഫ്രണ്ടും ബാക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കൈക്കുഴിയുടെ അവിടെയൊക്കെ ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിൽ ഇതേപോലെ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തിട്ട് എന്താ വേണേ, ഹുക്ക് വെക്കാനുള്ള സാധനങ്ങൾ വെക്കണ്ടേ. അപ്പോൾ ഉള്ളിലേക്ക് മടക്കി അടിക്കുക. അതേപോലെ ഹുക്കല്ല മറ്റേ കുളത്ത് വയ്ക്കുന്ന സാധനം ഉള്ളിലേക്ക് മടക്കി അടിക്കും. മറ്റേ വശം ഉണ്ടല്ലോ ഹുക്ക് ഇടാനുള്ള ഭാഗം അത് നമ്മൾ പുറത്തേക്ക് ആക്കുന്ന രീതിയിൽ. പക്ഷേ ഇവിടെ എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇതേപോലൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് എക്സ്ട്രാ ഹുക്ക് ഇടാനുള്ള ത്രെഡ് വെച്ചിട്ടുള്ള സാധനം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര മെനക്കെട്ട പണിയാണ്, എളുപ്പത്തിൽ ഇത് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ നടുവിന്ന് പ്ലീറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ മറ്റേ കട്ട് കൊടുത്തിട്ടില്ലേ അവിടം വരെ ഇതേപോലെ കുനുകുനുകുനുകുനേന്ന് പ്ലീറ്റ്സ് എടുത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തിരിച്ച് ഇതേപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊണ്ടുവരിക. അതേപോലെ താഴത്തെ വശത്തും ഇതേപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ മുകളിൽ പ്ലീറ്റ് എടുത്ത് അതേപോലെ പ്ലീറ്റ് എടുത്തിട്ട് താഴത്തെ വശത്തും അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടേ, ഒരു പട്ട പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് മടക്കി അടിക്കാം താഴത്തെ ഭാഗത്തേക്ക്, നല്ല നീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ മടക്കി ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ, രസമില്ലേ കാണാനായിട്ട്. ഇത് മടക്കി ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇത് നമുക്കൊരു കോൺട്രാസ്റ്റ് ഫാബ്രിക്കായിട്ട് ചെയ്യാവുന്നതാണ്. വേണം പട്ടിൻ്റെ ഫാബ്രിക് എടുത്ത് ചെയ്യാവുന്ന, സ്കേർട്ടിനോട് മാച്ച് ആയി പോകും. ഇതിപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സാരിയുടെ ഒപ്പം ഈ ബ്ലൗസ് നമുക്ക് പെയർ ചെയ്യാം. അതല്ലെങ്കിൽ സ്കേർട്ടിൻ്റെ ഒപ്പം വേണമെങ്കിൽ ആ രീതിക്ക് ഞാൻ വേറെ കളേഴ്സൊന്നും ഇതിൽ എടുക്കാഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഷോൾഡേഴ്സ് തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ആക്കി മടക്കി അടിച്ച് അങ്ങനെ. ഇനി നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് 2 ഡാർട്ട് ഇടാം.
നമ്മളിത് ഭയങ്കര കാര്യമായിട്ട് പ്രിൻസസ് കട്ടൊന്നും അല്ലല്ലോ തുന്നിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഹുക്ക് വെച്ചിട്ടില്ലല്ലോ, അതിനെക്കാട്ടും മുന്നേ തന്നെ നമുക്ക് ഡാർട്ട് ഇടാം. അപ്പോൾ അതിനായിട്ട് അത് പിന്നെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡാർട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 ഇഞ്ച് താഴേക്ക്, 10 വേണ്ട 9 ഇഞ്ച്, അതൊരു ഓരോരുത്തരുടെ മെഷർമെൻറ്റ് അനുസരിച്ചിരിക്കും, നമ്മുടെ ബ്ലൗസിന് അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുക താഴത്തേക്ക്, എന്നിട്ട് 2 സൈഡിലേക്ക് ഓരോരോ ഇഞ്ച് വീതം ഇതേപോലെ A ഷേപ്പിൽ അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. ഇതാണ് നമ്മൾ ഡാർട്ട് ഇടാൻ പോണത്. അപ്പോൾ നമ്മൾ ആ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരിക, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ബ്ലൗസിൻ്റെ താഴത്തെ വശം ഇതേപോലെ മടക്കി അടിക്കാവുന്നതാണ്. താഴത്തെ വശം നല്ല നീറ്റായിട്ടുണ്ടാവില്ലേ, നീറ്റായിട്ട് ഉണ്ടാവണ്ടേ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ച് നമ്മൾ മറിച്ചടിക്കാണ്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ സൈഡ് അടിക്കുകയാണ്. അത് നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് ഷേപ്പിൽ സൈഡും അടിക്കുക, സ്ലീവ്സും ഒക്കെ സൈഡൊക്കെ അടിച്ച് നല്ല നീറ്റാക്കി നൂലെല്ലാം വെട്ടിക്കളയുക. അതിന് ശേഷം നമുക്ക് ഹുക്ക് വെക്കാവുന്നതാണ്. നമ്മൾ ബ്ലൗസിൻ്റെ ഹുക്ക് വെച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതും കൂടി വെക്കണ്ടേ. അപ്പോൾ അത് 3 ഹുക്ക്, അതും എളുപ്പപ്പണിക്കുള്ളതാണ്. ഞാൻ എളുപ്പപ്പണിയുടെ ആശാത്തി എസ്പെഷ്യലി തുന്നണേൻ്റെ കാര്യമാണ്. പിന്നെ വേറൊരു എളുപ്പപ്പണി നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കപ്സ് മേടിക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം സൂചി വെച്ച് സെക്യൂർ ചെയ്തിട്ട് ഒരു കൈത്തുന്നൽ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൈത്തുന്നൽ അങ്ങോട്ട് അഴിക്കുക കേട്ടോ. അഴിച്ചിട്ട് നമുക്ക് വേറെ ബ്ലൗസിലേക്ക് വെക്കാവുന്നതാണ്. നമുക്ക് സാധാരണ പോലെ ബ്രാ ഇട്ടിട്ട് അതിൻ്റെ മീതെ ഈ ബ്ലൗസ് ഇടാവുന്നതാണ്. കാരണം ഡീപ്പ് നെക്കൊന്നും അല്ലല്ലോ. പക്ഷേ കൈത്തുന്നൽ കൊടുക്കണം കേട്ടോ, സൂചി വെച്ചിട്ട് തന്നെ ഇടരുത്, അല്ലെങ്കിൽ ബൂബീസിൽ കുത്തി കയറാൻ ചാൻസ് ഉണ്ട് പിന്നീട്. അപ്പോൾ പിന്നെ എന്നെ കുറ്റം പറയരുത്. അപ്പോൾ അതുകൊണ്ട് അത് സൂചി വെച്ച് റെഫറൻസിന് വേണ്ടിയിട്ട് എന്നിട്ട് കൈത്തുന്നൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നല്ല പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്ലീവ്സ് ആണെങ്കിലും അതെ, ബ്ലൗസിൻ്റെ മൊത്തത്തിലെ പാറ്റേൺ ആണെങ്കിലും ശരി. എന്നിട്ട് ബാക്കിൽ നമുക്കൊരു ഡോറി കൊടുക്കാവുന്നതാണ്. അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ലേസ് വെച്ചടിച്ചു, അങ്ങനെ മലർന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗം. കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല പെർഫെക്ഷനിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ താഴെ ഒരു ക്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഓപ്ഷനിലാണ്, ഒരു ലട്കൺ കൊടുത്തിട്ടുണ്ട്, ഒരു കോൺട്രാസ്റ്റ് രീതിയിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് മാച്ചിങ് ആയിട്ട് കൊടുക്കണമെങ്കിൽ മാച്ചിങ് ആയിട്ടും കൊടുക്കാവുന്നതാണ്. ഇതിനൊരു ലട്കൺ എന്തോ 50 രൂപ അങ്ങനെയൊക്കെ ഓരോ പ്രൈസിൽ കിട്ടും. മുടിയിലും ഞാൻ ഇതേപോലെ മെടഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നന്നായി വന്നിട്ടുണ്ട്. ലേറ്റായിട്ടാണ് വന്നേച്ചാലും ലേറ്റസ്റ്റായി വന്നു തോന്നുന്നു. അല്ലാട്ടോ, എനിക്ക് തുന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. മറ്റതുപോലെയല്ല അങ്ങനെ ഞാൻ പറയില്ല, മേക്കപ്പും സന്തോഷം തന്നെയാണ്. പക്ഷെ എന്നാലും തുന്നിയൊരു സാധനം ഇടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ആനന്ദമാണ്. പിന്നെ ഒന്ന് തേക്കണം കേട്ടോ. കണ്ടോ, വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇത്തിരി ചുളുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് തുന്നിയേണ്ടതല്ല, നമ്മൾ നന്നായിട്ട് വലിച്ചു പിടിച്ചൊന്ന് തേക്കണം. തേച്ചാലേ ഒരു പെർഫെക്ഷൻ വരുള്ളൂ. ഞാൻ തേക്കാത്തതിൻ്റെ ഒരു ചെറിയ അഭംഗിയുണ്ട്. പക്ഷെ സ്റ്റിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ലതല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയും. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം ഈ 6ാമത്തെ സീസൺ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് റിപ്പീറ്റേറ്റീവ് ആണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഔട്ട്ഫിറ്റ് ഐഡിയാസ് ആണ്. അപ്പോൾ ഞാൻ മടുക്കോ എന്നുള്ള ഒരു സംശയത്തോടു കൂടി തന്നെയാണ് ഞാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വ്യൂസ് ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരുവിധം എല്ലാ വീഡിയോസിലും ഞാൻ മനസ്സിൽ വിചാരിച്ചതിനെക്കാട്ടിലും വ്യൂസ് വന്നിട്ടുണ്ട്. ഷോർട്സിലാണെങ്കിലും ഒക്കെ. ഇത്തവണ ഹെയർ സ്റ്റൈൽ വീഡിയോ നമ്മൾ അങ്ങനെ ലോങ് ഫോർമാറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഷോർട്സിൽ ഒരുപാട് ഹെയർ സ്റ്റൈൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാത്ത. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അസ്വി ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഷോർട്സിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇഷ്ടംപോലെ നമ്മൾ ഓണം റിലേറ്റഡും അല്ലാത്തതുമായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഓണം വിഷസ് ട്ടോ. നമുക്ക് ഇനി സമയമുണ്ട് പറയാനൊക്കെ. ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം, ഒരുപാട് തുന്നൽ വീഡിയോസായിട്ട് കാണാം. കുറച്ച് പരിമിതിയിൽ നിന്നിട്ട് തന്നെയാണ് നമ്മൾ ഇത്തവണ ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ച സ്റ്റുഡിയോൻ്റെ പണിയൊക്കെ തീരും, അപ്പോൾ ഓണം വീഡിയോസ് സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പണിയൊന്നും തീർന്നിട്ടില്ല. ഇനി സമയമെടുക്കും. അത്രയും പണിയുന്നതുകൊണ്ടല്ല, പക്ഷേ പണി ഭയങ്കര നിർത്തിയിട്ടാണ് പോണേ. അതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതായത് നാളെ കാണാമെന്ന് ഞാൻ പറയുന്നില്ല, 2 ദിവസത്തെ ബ്രേക്കിന് ശേഷം കാണാം കേട്ടോ. ബൈ.